ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് കുക്ക് ചെയ്യാതെയുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു 90% ആൾക്കാരുടെ വീട്ടിലും എന്താ പറയുക ഒരു നാടൻ ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിരിക്കും. ഇപ്പം എൻ്റെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്നും ഒരേപോലെ തന്നെ അപ്പവും അരിപ്പൊടി വെച്ചിട്ടുള്ള വിഭവങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് മാറ്റം വരുത്തുന്നതും ഒരു രസമാണ് കേട്ടോ. നമ്മുടെ ഹെൽത്തിനും ഒന്നും കൂടെ നല്ലതായിരിക്കും. കൂടാതെ ഒരുപാട് ഓയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്നതും കുറയ്ക്കാം കേട്ടോ. അപ്പം മക്കൾക്കും അതൊരു പുതുമയായിരിക്കും. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസാണ് ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിപ്പം എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള വെജിറ്റബിൾസാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാനപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യുക്കുംബറും ടൊമാറ്റോ ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ക്യുക്കുംബറും സവാളയും പിന്നെ ക്യാബേജും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ഫ്ലേവർ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുഞ്ഞി പീസസ് ആക്കിയിട്ട് ഞാനൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. അതിന് കൂടെ തന്നെ ഞാൻ വേറൊരു ഐറ്റം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിട്ടോ. ക്യാരറ്റിൻ്റെ കാര്യമാണ്. ഞാനത് മറന്ന് കിടക്കണമായിരുന്നു കേട്ടോ. അത് ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാനത് ഇതിൻ്റെ ഇടയ്ക്ക് പോയി കഴുകി ക്ലീൻ ചെയ്ത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാനതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണത് കേട്ടോ. അതാകുമ്പോൾ മക്കൾക്ക് ചില മക്കൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അതിൻ്റെ ചെറിയ പീസസൊക്കെ ആയാലും ചവയ്ക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവും. ഇഷ്ടമുള്ളവരുണ്ട്. എൻ്റെ മക്കൾക്ക് വലിയ താല്പര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എല്ലാത്തിലും ചേർക്കൽ കേട്ടോ. അപ്പം ഞാനതിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വയ്ക്കുന്നത്, മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു ചെറിയൊരു സൈസിലുള്ള തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഒന്ന് അരിഞ്ഞ് ഞാൻ സ്ഥലം അത് പോരാന്ന് കണ്ടപ്പോൾ ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ട് എല്ലാതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നതൊക്കെ കേട്ടോ. അതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ വേറൊരു എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്തിരിക്കുന്നത് എഗ്ഗാണ് കേട്ടോ. ഞാനൊരു 5 മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു പ്രോട്ടീൻ സോഴ്സാണ് നമ്മുടെ എഗ്ഗ് എന്ന് പറയുന്നത്. എഗ്ഗ് നമുക്ക് മക്കൾക്കും വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം കേട്ടോ. അപ്പം നമുക്ക് മയോണൈസ് എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മയോണൈസിന് പകരമായിട്ട് നമുക്ക് ചേർക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മുടെ എഗ്ഗ് ഗ്രേറ്റ് ചെയ്തത് കേട്ടോ. ഈ എഗ്ഗ് ഗ്രേറ്റ് ചെയ്തതും ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു പ്യൂരിയും ഒക്കെ കൂടെ മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മയോണൈസിൻ്റെ ആ ഒരു ഫീൽ തന്നെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ എഗ്ഗ് ഗ്രേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. അതിന് മുന്നായിട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വളരെ കുറച്ച് മതി കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അവസാനം നമ്മളുടെ എഗ്ഗ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഞാൻ 5 എഗ്ഗ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി. അധികമായി കഴിഞ്ഞാലും അത് ബാക്കിയായി അപ്പം തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഈ ഒരു കൂട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. നമ്മൾ അപ്പം ആവശ്യത്തിന് ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മയോണൈസ് മാത്രം ഞാൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ആ എഗ്ഗും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. എന്നിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ബട്ടറിലാണ് ഞാൻ ടോസ്റ്റ് ചെയ്യുന്നത്. വീറ്റ് ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ നോർമൽ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഫില്ലിങ് അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം എൻ്റേതായ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ സാൻഡ്വിച്ചിൻ്റെ കൂടെ കുടിക്കാനായിട്ട് നമ്മൾ ചായ ഒന്നും ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി നമ്മൾ ഹെൽത്തി ആക്കുന്നത് കാരണം കൊണ്ട് ചായ മാറ്റി നിർത്തിയിട്ട് നമുക്ക് പകരം എന്തെങ്കിലും ജ്യൂസ് മതി എന്ന് പറഞ്ഞവർക്ക്. അപ്പം ഞാൻ മാംഗോ ഉണ്ടായിരുന്നു, അപ്പം അതൊന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ.
വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ഫുഡൊക്കെ അവർക്ക് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ.